എടാ ഞാൻ 3 വർഷമായിട്ട് ഒരുത്തിയെ സ്നേഹിക്കുന്നുണ്ടാ. അവളെ എങ്ങനെ സെറ്റ് ആക്കാൻ എന്തെങ്കിലും വഴി പറഞ്ഞുതരാമോ? എനിക്ക് അതിന്റെ രീതി അറിയത്തില്ല. അതിനൊരു നാക്കുണ്ട്. നാക്കോ? ഈ നാക്കാണോ? ഞാൻ ഉദ്ദേശിച്ച ഒരു രീതി, ഒരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് ഈ പൊട്ടൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞത് നീ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു ട്രിക്ക് പറഞ്ഞാ 3 ആഴ്ചയായി എനിക്ക് സസ്പെൻഷൻ കിട്ടി, അറിയോ? അവിടെ ഇവനെ പറഞ്ഞു കൊടുത്തോളൂന്നല്ലേ ഇവൻ ചെയ്തത്. പിന്നെ എങ്ങനെയാന്ന് പറ. എടാ എനിക്ക് മന്ത്രവാദി അറിയാടാ. പെണ്ണിനല്ല, പെണ്ണിന്റെ അപ്പനെ വരെ സെറ്റാക്കി തരും. എനിക്ക് അവളെ അപ്പനെ ഒന്നും വേണ്ട, എനിക്ക് അവളെ തന്നെ മതി. അവളുടെ പേര് അഭിരാമി. പൂജാരിയുടെ അഡ്രസ്സ് ഞാൻ സെൻഡ് ചെയ്യാം. നീ ആണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി അങ്ങോട്ട്. ഹലോ ഗിരിധറെ, ഒരു മണ്ണ അങ്ങോട്ട് വരും. അവന്റെ പേര് അപ്പൂസ്. അവൻ വളക്കാൻ വന്ന പെണ്ണിന്റെ പേര് അഭിരാമി. നീ കുറച്ചൊക്കെ കയ്യിൽ നിന്നൊക്കെ ഇട്ടോണം. ഓക്കെ, എല്ലാം സെറ്റ്. ഇതാണ് പറഞ്ഞതൊക്കെ. മോൻ നിങ്ങളെ ഒരു നേരത്തെ അറിഞ്ഞിരിക്കുന്നു. വണക്കം പൂജയായി. നീയല്ലേ അപ്പൂസ്? ഞാനല്ല. നീ അപ്പൂസ്. നീ അങ്ങോട്ട് മാറിക്കാ. ഇത് നിന്നെ ഭസ്മമാക്കിക്കോളെ. ഭക്ഷണോ? ഭക്ഷണമോ? എന്നാ എനിക്ക് വിശക്കുന്നത്. മന്തി ആയിക്കോട്ടെ. ഭക്ഷണമല്ലോ മലർവാടികളെ, ഭസ്മം. നിനക്കൊരു പെണ്ണനെ വളയ്ക്കണം അല്ലേ? ഞാൻ ദൃഷ്ടിയിൽ അത് കണ്ടു. അത് സ്വാമിജി എങ്ങനെ അറിഞ്ഞു? അതിലൂടെ മലർവാടികൾ നിന്നോട് ഞാൻ പറഞ്ഞ ഞാൻ ദൃഷ്ടിയിൽ കണ്ടെന്ന്. സ്വാമിജി കടുപ്പം കുറച്ച് മധുരം കൂട്ടി. അതിന് ഞാൻ ചായ അടിക്കൊന്നും അല്ല. കൂടത്തിൽ അഭിരാമിയുണ്ട്. ഞാൻ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തില്ല അഭിരാമി, ഞാൻ കാണട്ടെ. അമ്മേ, സ്വാമിജി ഇതിലൊരു ഉറുമ്പ് മാത്രമേ ഉള്ളൂ. അതാണ് അഭിരാമി. അവളെ കിട്ടണമെങ്കിൽ പൂജയും കർമ്മമൊക്കെ ചെയ്യണം. അതിന് കുറച്ച് പൈസ ചെലവുണ്ട്. എത്രയാവും സ്വാമിജി? ഒത്തിരി നേരത്തില്ല, ഒരു 3 ലക്ഷം. എന്റെ ഡാഡി ഇച്ചിരി റിച്ച് ആയതുകൊണ്ട് ഞാൻ ഒരു 5 ലക്ഷം തരാം. സ്വാമിജി ഇരുട്ടി തുടങ്ങി, പെട്ടെന്ന് പൂജ തുടങ്ങി. ഇവിടെ കുറുമ്പലിന്റെ മേലെ വീണ് കഴിഞ്ഞാൽ അഭിരാമി നിന്റേതാവും. അഭിരാമി നിന്റേതായി. ഇനി ഏത് ശക്തിക്ക് നിങ്ങളെ പിരിക്കാനാവില്ല. അഭിരാമി, എന്റെ 5 ലക്ഷം രൂപ പോകുന്നത്. സ്വാമിജി ഇവിടെ ഞാൻ 5 ലക്ഷം വരാം.